പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റെയിൻ ഡിറ്റക്ടർ സെൻസർ മൊഡ്യൂൾ ഉപയോഗിച്ച് ഒരു റെയിൻ ഡിറ്റക്ടർ അലാറമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് റെയിൻ ഡിറ്റക്ടർ സെൻസർ മൊഡ്യൂൾ. ഇത് ഏകദേശം 100 രൂപയ്ക്കും 150 രൂപയ്ക്കും ഇടയ്ക്ക് കിട്ടുന്ന ഒരു മൊഡ്യൂളാണ്. ഓൺലൈനിൽ തന്നെ നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ മൊഡ്യൂളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഈ കാണുന്ന ഒരു LED പവർ LEDയും ഇത് ഔട്ട്പുട്ട് LED ആണ്. അതായത് ഔട്ട്പുട്ട് ഉള്ളപ്പം ഈ LED ഗ്ലോ ചെയ്യും. കൂടാതെ 6 പിന്നുകളുണ്ട് കണക്ഷന് വേണ്ടിയിട്ട്. ഈ 2 എണ്ണം കാണുന്നത് നമ്മുടെ സെൻസർ പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. കൂടാതെ 4 പിന്നുകൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പിന്നെന്ന് പറയുന്നത് A0, രണ്ടാമത്തെ D0, മൂന്നാമത്തെ ഗ്രൗണ്ട്, 4 VCC. അതിൽ A0 എന്ന് പറയുന്ന അനലോഗ് ഔട്ട്പുട്ടും D0 എന്ന് പറയുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ടും പിന്നെ VCC സപ്ലൈ ആണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് VCC സപ്ലൈ 5 വോൾട്ടാണ്. അതെല്ലാവർക്കും അറിയാം. എല്ലാ സെൻസർ മൊഡ്യൂളുകളിലും നമ്മൾ കൊടുക്കുക 5 വോൾട്ട് ആയിരിക്കും. ഇനി ഈ കാണുന്നതാണ് റെയിൻ ഡിറ്റക്ടർ സെൻസർ മൊഡ്യൂളിൻ്റെ സെൻസിങ് പാഡ് എന്ന് പറയുന്നത്. ഈ സെൻസിങ് പാഡിൽ വെള്ളം വീഴുമ്പോഴാണ് സെൻസർ മൊഡ്യൂൾ ആക്ടിവേറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യുന്നത്. ഈ സെൻസിങ് പാഡ് മഴവെള്ളം വീഴുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. അതിൽ നിന്ന് മഴവെള്ളം വീഴുമ്പോൾ ഇത് സെൻസ് ചെയ്യുകയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഔട്ട്പുട്ടിനെ ഒരു റിലേയിലേക്ക് കണക്ട് ചെയ്യുകയും അതുവഴി നമ്മൾ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഈ 2 കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന 2 പിന്നുകളാണ് നമ്മുടെ സെൻസിങ് പാഡയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ സെൻസിങ് പാഡിൽ കണക്ട് ചെയ്തതിന് ശേഷം സെൻസിങ് പാഡ് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് മഴവെള്ളം വീഴുന്ന രീതിയിൽ വെക്കുക. അതിൽ മഴവെള്ളം വീണ് കഴിയുമ്പം അത് ആക്ടിവേറ്റ് ആകുകയും അത് നമ്മുടെ സെൻസർ മൊഡ്യൂളിലേക്ക് കൊടുക്കുകയും സെൻസർ മൊഡ്യൂൾ ആക്റ്റീവായി ഇതുവഴി ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ബാക്കി കണക്ഷൻസ് ഇനി നോക്കാം. ഇനി ഇതിലേക്ക് പവർ സപ്ലൈ ആണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. എല്ലാ സെൻസർ മൊഡ്യൂളുകളിലും നമ്മൾ കൊടുക്കുക 5 വോൾട്ട് സപ്ലൈ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 വോൾട്ട് സപ്ലൈ ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. കൂടാതെ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ടും കണക്ട് ചെയ്തെടുക്കണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, D0 ഔട്ട്പുട്ടാണ് നമ്മളിവിടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. കാരണം A0 എന്ന് പറയുന്ന അനലോഗ് ഔട്ട്പുട്ടാണ്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ VCCയും ഗ്രൗണ്ടും, അങ്ങനെ 3 കണക്ഷൻസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ് നോക്കി നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പം ഞാൻ നേരെ ഒരു പവർ സപ്ലൈ മൊഡ്യൂളിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ 5 വോൾട്ട് സപ്ലൈ ആണ് ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് നേരെ സെൻസർ മൊഡ്യൂളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വൈറ്റിൽ കാണുന്നതാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതൊരു റിലേയിലേക്കാണ് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിലേയുടെ ഈ കാണുന്ന 2 കണക്ഷൻസ് ഔട്ട്പുട്ടും ഈ റെഡും ബ്ലാക്കും ഔട്ട്പുട്ടുകളാണ്. ഇതൊരെണ്ണം ഇൻപുട്ടുമാണ്. നോർമലി ഓപ്പൺ ടെർമിനലിലും നോർമലി ക്ലോസ്ഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 2 കൺട്രോൾ ഇൻപുട്ടുകളുമാണ് റിലേക്കുള്ളത്. അപ്പോൾ ഈ കൺട്രോൾ ഇൻപുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ട്രാൻസിസ്റ്റർ എടുക്കുക. ട്രാൻസിസ്റ്റർ BC548 ആണ്. അതിൻ്റെ ബേസിലായിട്ട് ഒരു 1 കിലോ റെസിസ്റ്റർ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൺട്രോളിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരും അത് കാണുവാണെങ്കിൽ ഇത്തിരി കൂടെ എളുപ്പമാവും. അപ്പോൾ നേരെ റിലേയുടെ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന കളക്ടർ ടെർമിനലാണ് ഞാനിപ്പോൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലായിട്ടൊരു 1 കിലോ റെസിസ്റ്റർ ഉണ്ട്. അതിലേക്കാണ് നമ്മളിനി ഇൻപുട്ട് എടുത്ത് കൊടുക്കാൻ പോകുന്നത്. കൂടാതെ ഇനിയുള്ളത് എമിറ്റർ ടെർമിനലുണ്ട്. ആ എമിറ്റർ ടെർമിനലായിട്ട് 12 വോൾട്ടിൻ്റെ ഗ്രൗണ്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ 12 വോൾട്ടും നമ്മുടെ സെൻസർ മൊഡ്യൂളിൽ കൊടുക്കുന്ന 5 വോൾട്ടിൻ്റെയും ഗ്രൗണ്ടുകൾ കോമൺ ആയിരിക്കണം. അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഈ റിലേ എന്ന് പറയുന്നത് 12 വോൾട്ട് റിലേയാണ്. ആ 12 വോൾട്ട് സപ്ലൈ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലാണ്. ബേസിലായിട്ട് 1 കിലോ റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെ 1 കിലോ റെസിസ്റ്ററെ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേ ആക്റ്റീവ് ആവും. അതായത് നമ്മുടെ സെൻസർ മൊഡ്യൂൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരികയും അതുവഴി ഈ റിലേ ആക്ടിവേറ്റ് ചെയ്യും. ഇനി റിലേ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന 12 വോൾട്ട് സപ്ലൈ തന്നെ നമുക്ക് ഈ ബൾബിലേക്കും കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഈ 12 വോൾട്ട് തന്നെ എടുത്ത് നേരെ ഇൻപുട്ടിലായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ സോൾഡർ ചെയ്തിരിക്കുന്നത് 12 വോൾട്ട് തന്നെയാണ്. 12 വോൾട്ടിൻ്റെ ഒരു കണക്ഷൻ നേരിട്ട് ബൾബിലേക്കും ഒരു കണക്ഷൻ റിലേ വഴി കയറിയുമാണ് ഇതിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ സെൻസർ മൊഡ്യൂൾ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയും ആ ഔട്ട്പുട്ട് റിലേ വഴി കയറി ഈ ബൾബിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഈ ബൾബ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി ഈ ബൾബിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഏത് വോൾട്ടേജ് ലെവലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു റിലേ വർക്ക് ചെയ്യുന്നതെന്ന് മുൻപൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ഇത്തിരി കൂടെ എളുപ്പമെന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം 12 വോൾട്ടിൻ്റെ ബൾബ് കത്തി നിൽക്കുകയാണ്. സെൻസർ മൊഡ്യൂളിൽ നിന്നുള്ള ഇൻപുട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കത്തി നിൽക്കുകയാണ്. അതായത് നമ്മൾ നോർമലി ക്ലോസ്ഡ് ടെർമിനലിലാണ് ഇപ്പോൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെ റെസിസ്റ്ററിലായിട്ട് ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. അതായത് സെൻസർ മൊഡ്യൂളിൽ നിന്ന് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററെ കൊടുത്തപ്പോൾ ലൈറ്റ് ഓഫായി. അതായത് റിലേ ആക്റ്റീവ് ആയെന്നാണ് അതിനർത്ഥം. ഇനി ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ബൾബ് വീണ്ടും കത്തി നിന്നു. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻസർ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്. അതായത് ആക്റ്റീവ് ആകുമ്പോൾ ഇത് ലോ സ്റ്റേറ്റിലേക്ക് പോകും. അല്ലാത്ത സമയത്ത് ആക്റ്റീവ് മോഡിലായിരിക്കും. അതായത് ഈ സെൻസർ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ മോഡിലാണ് വർക്ക് ചെയ്യുക. ഓൺ ആക്കുമ്പോഴേ ഹൈ ആയിരിക്കും.
പിന്നീട് ആക്റ്റീവ് ആവുമ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് ലോ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ റിലേ ഓഫ് ആകുകയും നോർമലി ക്ലോസ്ഡ് പിന്നിൽ കൂടി ഔട്ട്പുട്ട് വരികയും ചെയ്യും. ഇനി നമുക്ക് ഇതൊന്ന് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളം താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു പേപ്പർ വെക്കുകയാണ്. സെൻസിങ് പാഡിൻ്റെ അടിയിലായിട്ടൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. മഴ പെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ സെൻസിങ് പാഡിൽ വെള്ളം വീണു. അത് ഡിറ്റക്റ്റ് ചെയ്തു, ഔട്ട്പുട്ട് ജനറേറ്റായി. ഓക്കെ, വീണ്ടും മഴ പെയ്യുന്നു, ഒരു ആക്റ്റീവ് ആകുന്നു, സർക്യൂട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പം നിങ്ങൾ ഈ ബൾബിൻ്റെ സ്ഥാനത്ത് ഒരു അലാറം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മഴ പെയ്യുമ്പോൾ ആ അലാറം അടിക്കുകയും നിങ്ങൾക്ക് മഴ പുറത്തുണ്ടെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. ചില വീടുകളുടെ അകത്തിരുന്നാൽ മഴ പുറത്ത് പെയ്താലും അറിയാറില്ല. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. സെൻസിങ് പാഡിൻ്റെ 2 സൈഡിൽ എവിടെ വേണമെങ്കിലും വെള്ളം വീണാലും വർക്ക് ചെയ്യും. 2 സൈഡും സെൻസിറ്റീവാണ്. ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഇനി പൂർണ്ണമായ വർക്കിംഗ് ഒന്നുകൂടെ പറയാം. ഈ സെൻസിങ് പാഡിൽ വെള്ളം വീഴുകയും അത് ഈ സെൻസർ മൊഡ്യൂൾ ഡിറ്റക്റ്റ് ചെയ്യുകയും അതുവഴി ഒരു ലോ ഔട്ട്പുട്ട് സിഗ്നൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഓൺ ആയിരുന്ന ട്രാൻസിസ്റ്റർ അത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോവുകയും ഈ റിലേ ഓഫ് ആകുകയും അതുവഴി ബൾബ് കത്തുകയും ചെയ്യുന്നു. ഈ സെൻസർ മൊഡ്യൂൾ ആക്റ്റീവ് ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ഇടുന്നത്. ഓൾറെഡി ഓൺ ആയിരിക്കുന്ന ഓഫ് ആകുമ്പോഴാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.